ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ ഞാനൊരു വ്ളോഗെല്ലാം പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും സ്നേഹത്തിലും സപ്പോർട്ടിലും എനിക്ക് ഇന്നത്തെ യൂട്യൂബിൽ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളിൽ കുറേ പേരെ കമൻറ്റ്സ് ഞാൻ കാണലുണ്ട്, ചേച്ചി യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് വരാൻ തുടങ്ങിയോ, എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നെല്ലാം കുറേ ആൾക്കാരുടെ കമൻറ്റ്സ് ഞാൻ കാണലുണ്ട്. അപ്പം ചില കമൻറ്റ്സിനൊന്നും ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കലില്ല. അപ്പം ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഉത്രാടാണ്. അപ്പം ഞാനും കുഞ്ഞായും രാവിലെ ഇന്നൊന്ന് ടൗണിലേക്ക് ഇറങ്ങാം, നമുക്ക് വേണ്ട കുറച്ച് അല്ലറ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയതാണ്. കുഞ്ഞാവർ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അപ്പം ഞാൻ മുന്നേ വിചാരിച്ചതാണ് യൂട്യൂബിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് കയറുന്ന സമയത്ത് എന്തായാലും ഒരു വ്ളോഗെല്ലാം പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം ഇന്ന് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ അത് അങ്ങാടുന്ന് നമ്മളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞായി അച്ഛനോട് അമ്മയോടെ യാത്ര പറഞ്ഞ നേരെ ഇനിയിപ്പം പയ്യന്നൂരേക്ക് ഒരു ബസ്സുണ്ട്. ഫസ്റ്റ് സുഹൃതാട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞാണ്. പിന്നെ കുഞ്ഞാവയും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ബസ്സിന് തന്നെ വരാമെന്ന് പറഞ്ഞു. അമ്മമ്മ അങ്ങ് അതാ ഓണെല്ലാം ആയതുകൊണ്ട് തന്നെ വഴി ഫുള്ള് വൃത്തിയാക്കി തന്നെ. ഇന്നാണെങ്കിൽ നല്ല മഴയാണ് ഉണ്ടായത്. ഇത്ര നാളും മഴയേ ഉണ്ടായിട്ടാ വീട്ടിൽ. ഇപ്പോൾ ഓണടുപ്പിച്ചാണെങ്കിൽ നല്ല മഴയാണ്. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് വരുവേ. കുറേ ആൾക്കാരെ കമൻസ് എല്ലാം ഞാൻ കാണലുണ്ട്, ചേച്ചി എന്താ വ്ളോഗ് പോസ്റ്റ് ചെയ്യാത്തെന്നെല്ലാം. മെയിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുന്നത് നന്ന കുറവാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആണെന്നെല്ലാം എനിക്കറിയാം. അപ്പം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ ഞാൻ വീട്ടിലുണ്ടാകുന്നത് നന്ന കുറവാണ്. അപ്പോൾ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ ഇപ്പം ഓണത്തിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഓണത്തിന് നമ്മളെ നാട്ടിൽ നല്ല അടിപൊളി പരിപാടികളുണ്ട്. അങ്ങനെ കുഞ്ഞാവരെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഏറ്റവും ഫസ്റ്റ് എൻ്റെയും കുഞ്ഞാവരെയും 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുണ്ടായിനി. അപ്പം ഡ്രസ്സ് നമ്മളെ നാട്ടിലെ ഏച്ചിമാർക്ക് തന്നെയാണ് അധികം നമ്മൾ ഡ്രസ്സ് ഷെയ്പ്പാക്കാനെല്ലാം കൊടുക്കൽ. അപ്പം ഇപ്പം ആണെങ്കിൽ നമ്മളെ നാട്ടിലെ ഏച്ചിമാർക്കെല്ലാം ഭയങ്കര തിരക്കാണ്. നാളെ ഓണായതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും നാളത്തേക്ക് ഡ്രസ്സ് തരാൻ പറ്റൂല. അങ്ങനെ നമ്മൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു. ആടെ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പം ഡ്രസ്സെല്ലാം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുഹൃത്താട്ടം വന്നിട്ടുണ്ടായിനി. കുഞ്ഞാവർ ഫ്രണ്ട്സിൻ്റെ അപ്പുറം നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പം എനിക്കും സുഹൃത്താട്ടനും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് വന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് എടുത്തിട്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും പേയ്മെൻ്റ് എല്ലാം എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി. അങ്ങനെ ഞാൻ സുഹൃത്താട്ടനെയും കൂട്ടിയിട്ട് നേരെ ഇതാ ATM വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പേയ്മെൻറ്റ് മുന്നേ വരേണ്ടതാണ്. എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഈ വ്ളോഗെല്ലാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. എനിക്കാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും എന്നല്ലാണ്ട് അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. ആ കാര്യങ്ങളെല്ലാം അധികം സുഹൃത്തായിട്ടാണ് ഞാൻ നോക്കല്. അപ്പം ഞാനാണെങ്കിൽ വീഡിയോയിൽ ഓവറായിട്ട് മ്യൂസിക്കെല്ലാം എടുത്തിടും. നോ കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് കാണിച്ചാലും ചില സമയത്ത് അതിന് കോപ്പിറൈറ്റ് വരലുണ്ട്. പോസ്റ്റ് ചെയ്താലും കോപ്പിറൈറ്റ് ഉണ്ടെന്ന് കാണിക്കൂല. ചില സമയത്ത് ഒരു മണിക്കൂർ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞാൽ കാണിക്കലുണ്ട്. ചില വീഡിയോസ് എല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞാലായിരിക്കും കോപ്പിറൈറ്റ് വരൽ. അതെന്ത് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വ്ളോഗിനൊന്നും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടലില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിങ്ങളുടെ അടുത്താണ്. കാരണം ഞാൻ ഒരു ദിവസം വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കമൻസ് ആയിട്ടായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടായാലും കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, ഏച്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് മിസ്സാവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ് കുറേ ആൾക്കാരുടെ കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് എല്ലാം ഞാൻ കാണലുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു സ്നേഹത്തിലും സപ്പോർട്ടിലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഇന്ന് നിങ്ങൾ ആ ഒരു സ്നേഹത്തിലാണ് എനിക്ക് ഇന്നൊരു പേയ്മെൻറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയത്. ഇന്നത്തെ ദിവസവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഉത്രാടാണ്. ഞാൻ രാവിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചാണ്. അമ്മയാണെങ്കിൽ രാവിലെ എണീച്ച് പൂവിടും. അപ്പം എനിക്ക് ആ ഒരു വീഡിയോസ് എല്ലാം എടുക്കണമെന്നുണ്ടായിനി. പിന്നെ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ പേയ്മെൻറ്റ് ഇത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഇനിയും നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് വേണം. എന്നെ എൻ്റെ ഫാമിലിനെ നിങ്ങൾ എല്ലാവരും കുറേ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു കുഞ്ഞു ഫാമിലി ഇപ്പോൾ വളർന്ന് നല്ലൊരു വലിയ ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ കമൻസ് എല്ലാം ഞാൻ കാണലുണ്ട്, ചേച്ചി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്തേ ഗിവ് അവേ ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമൻസ് എല്ലാം കാണലുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്തായാലും ഗിവ് അവേ എല്ലാം ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം എടുത്ത് നേരെ പോയത് സുഹൃത്താട്ടൻ്റെ വീട്ടിലേക്ക് ഒരു അയൺ ബോക്സ് മേടിക്കാനുണ്ടായിനെ. അപ്പോൾ അമ്മ അപ്പുറം ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും സുഹൃത്താട്ടനെ നേരെ ഷോപ്പിലേക്ക് വിട്ടു. അപ്പം ഇന്ന് ഏതായാലും കുറച്ച് ചില്ലറ സാധനങ്ങൾ എനിക്കും സുഹൃത്താട്ടനും മേടിക്കാനുണ്ട്. മെയിനായിട്ട് സുഹൃത്താട്ടൻ ഇതുവരെ ഷർട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ, ഓണക്കോടിയൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. സുഹൃത്താട്ടനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കാന്നുണ്ടായത്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ട അയൺ ബോക്സ് എല്ലാം മേടിച്ച് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. അപ്പം പണ്ട് മുതലേ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഇപ്പം ഓണമായാലും വിഷു ആയാലും എന്തുണ്ടെങ്കിലും അച്ഛൻ എനിക്ക് ഡ്രസ്സ് എടുത്തരും. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഹൃത്താട്ടനും എടുത്തരും. അപ്പം ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് ഈ 2 ഡ്രസ്സ് ഉറപ്പാണ്.
അപ്പോൾ ഇന്ന് സുഹൃത്തേട്ടൻ്റെ വക നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ സുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുഞ്ഞാവരുടെ ഫ്രണ്ട്സും ഉണ്ടായിനെ. അപ്പോൾ സുഡിയോന്ന് ഞാനൊരു ബ്ലാക്ക് ടോപ്പ് എടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ സുഹൃത്തേട്ടൻ പറഞ്ഞു ഏതായാലും നമുക്ക് വേറൊരു ഡ്രസ്സും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ട്രെൻഡ്സിലേക്ക് വന്നു. ട്രെൻഡ്സിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിനെ. ട്രെൻഡ്സ് ഇത്ര നാൾ 11 മാളിലെ ട്രെൻഡ്സ് ക്ലോസ് ആക്കിയിട്ടാണ് ഉണ്ടായത്. അത് പുതുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇതാ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ട്രെൻഡ്സിൽ ഇപ്പോൾ നല്ല അടിപൊളി ടീഷർട്ടെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ടീഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്, സുഹൃത്തേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പം എന്നോട് പറഞ്ഞു ഏതായാലും ആ ഒരു ടീഷർട്ട് എടുത്തോ എന്ന് പറഞ്ഞു. 2 ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ടായിന്. എനിക്കിതും കുറച്ചുകൂടി ഇഷ്ടമായിന്. പക്ഷേ ഇതിൻ്റെ സെയിം ഒരു ടീഷർട്ട് എനിക്ക് ഉണ്ട്. അപ്പോൾ സുഹൃത്തേട്ടൻ പറഞ്ഞു മറ്റേ തന്നെയാണ് കുറച്ചുകൂടി രസം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രസ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ട്രെൻഡ്സിലെ ടീഷർട്ടെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്, കുഞ്ഞാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. ഈ ഒരു യെല്ലോ കളർ ടീഷർട്ടെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിന്. പക്ഷെ കുറച്ച് ടൈറ്റാണ് ഉണ്ടായത്. അതുപോലെ ഈ ഒരു ഡ്രസ്സും ഇതും കുറച്ചധികം ടൈറ്റായിപ്പോയി. എൻ്റെ സൈസിലുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടാ. പക്ഷേ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. എനിക്ക് ഈ ഒരു ടൈപ്പ് ഡ്രസ്സെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ചധികം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊന്നും നമ്മളെ സൈസിലില്ല, നല്ല ടൈറ്റാണ്. അതുപോലെ കുഞ്ഞാക്ക് ഈ ഒരു ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായിന്. പക്ഷെ അത് കുറച്ചധികം ടൈറ്റായിപ്പോയി, ഓളെ സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ടായിട്ടാ. ഒടുവിൽ ഞാനും കുഞ്ഞാവയും ഏകദേശം സെയിം കളറിലെ ടീഷർട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഞാനൊരു ബ്രൗൺ കളറും കുഞ്ഞാവ് ബ്ലാക്കും. അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി തിരിച്ചു പോകുമ്പോഴാണ് ഈ ഒരു മാവേലിനെ കണ്ടത്. അപ്പം മാവേലിയുടെ അടുത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും മാവേലിനെ കണ്ട സമയത്ത് ഞാനും ഒരു വീഡിയോയും ഫോട്ടോവും എടുത്തു. ഈ ഓണത്തിൻ്റെ സമയത്തെല്ലാം ടൗണിലേക്ക് ഇറങ്ങാൻ ഒരു പ്രത്യേക രസമാണ്. ഞാനും കുഞ്ഞാവ, അച്ഛൻ, അമ്മ, നമ്മ എല്ലാവരും ആ ഓണത്തിൻ്റെ സമയത്ത് പണ്ട് മുതലേ ടൗണിൽ ഇങ്ങനെ വെറുതെ വരും. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിക്കാനില്ലെങ്കിലും നമ്മൾ വെറുതെ ടൗണിൽ വരും, ഫുഡ് കഴിക്കും. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഹൃത്തേട്ടൻ്റെ അപ്പുറമായി, സുഹൃത്തേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ടൗണ്. അപ്പം ഞാനും സുഹൃത്തേട്ടൻ അധികം ടൗണിലേക്ക് വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. അങ്ങനെ സുഹൃത്തേട്ടന് വേണ്ട ജീൻസ് ഷർട്ട് എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല വിശപ്പാണ് ഉണ്ടായത്. അപ്പം നമ്മൾ രണ്ടാളും ഷവർമയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. കുറേ നേരം ഇരിക്കേണ്ടി വന്നതിന്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒറ്റൊരു ദോശ മാത്രമേ കഴിച്ചിട്ടുണ്ടായിട്ടു. ഇത്ര നേരവും നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇനിയിപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം എൻ്റെ ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അല്ലറച്ചില്ലറ ഫാൻസി കൂടി മേടിക്കാനുണ്ട്. അങ്ങനെ നമുക്കിതാ ഷവർമ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിന്. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പാണ് ഉണ്ടായത്. നമ്മയാണെങ്കിൽ ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നല്ല മഴയാണ് ഉണ്ടായത്. അങ്ങനെ കുറേ നേരം നമ്മൾ ഒരു സ്ഥലത്ത് കയറി നിന്നു. കുറേ നേരം കയറി നിൽക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഫുള്ള് ഭയങ്കര വിശപ്പാണ് ഉണ്ടായത്. അങ്ങനെ ഒടുവിൽ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പം നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കൂടി കിട്ടിയപ്പോഴേക്കും ആശ്വാസമായി. മെയിനായിട്ട് എനിക്ക് ഇപ്പം മന്തി കഴിക്കാനാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. പക്ഷെ നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ഫുഡാണോ ഇല്ല അത് മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായത്. അപ്പം ഇവിടെ ആണെങ്കിൽ മന്തി ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഷവർമ ഓർഡർ ചെയ്തു. ഞാൻ ഷവർമ കഴിക്കുന്നത് നന്ന കുറവാണ്. പക്ഷെ മന്തി അങ്ങനെയല്ല. മന്തി ഞാൻ അത്യാവശ്യം നല്ലോണം കഴിക്കും. എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ഈ മന്തിയിൽ ഓവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നല്ല പോലെ ഫുഡെല്ലാം കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതാ ടൗണിലേക്ക് ഇറങ്ങി. എനിക്കാണെങ്കിൽ സൺസ്ക്രീൻ, അതുപോലെ തന്നെ കമ്മൽ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിനെ. അങ്ങനെ നമ്മൾ നേരെ ഒരു ഫാൻസിയിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒപ്പം വന്ന് സുഹൃത്തേട്ടൻ ആകെ ബോറടിച്ചിട്ടുണ്ടാവും. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയാൽ ഞാൻ ആടെയില്ല എല്ലാ ഡ്രസ്സും നോക്കും. അതിൽ അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എടുക്കൂല. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് കണ്ട് എടുക്കുന്ന ഒരാളല്ല. ഞാൻ കുറേ ഡ്രസ്സ് ഇങ്ങനെ നോക്കി വലിച്ചിടും. എൻ്റെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇല്ല ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സുഹൃത്തേട്ടനാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ മടുപ്പ് വരുന്നുണ്ടെങ്കിലും അത് പറയൂല. എൻ്റെ ഒപ്പം നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ സിമ്പിളായിട്ടുള്ള ചെയിനാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ സുഹൃത്തേട്ടൻ എനിക്ക് കുറേ കാണിച്ചു തരുന്നുണ്ട്. മണി അത് നല്ല ഭംഗിയുണ്ട്, ഇത് നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ ഒന്നും അത്ര അങ്ങോട്ടൊക്കെ ഇഷ്ടമായിട്ടില്ല. അതിനിടയിലൊരു സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ ഉണ്ടായിന്. അതാണ് ഞാൻ കണ്ടിട്ട് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ചെയിനിലെടുത്ത് നേരെ പോയത് എനിക്കൊരു ചെരുപ്പ് എടുക്കാനുണ്ടായിന്. അങ്ങനെ നേരെ പോയി ചെരുപ്പ് എടുത്തു. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും നല്ല തിരക്കാണ്. ഇപ്പം ബില്ല് ചെയ്യാനാണെങ്കിലും വലിയൊരു ക്യൂ തന്നെ നിൽക്കണം. അതിനിടയിൽ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു ബ്രേസ്ലെറ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിനെ. അപ്പം ഏതായാലും ഞാൻ ആ ഒരു വീഡിയോയിൽ നാളെ ഓണത്തിൻ്റെ വ്ളോഗിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇപ്പം ഞാനിത് നേരെ വീട്ടിൽ പോയി വ്ളോഗ് അങ്ങ് വൈൻഡപ്പ് ചെയ്യും. ഞാനാണെങ്കിൽ ഒരു രാവിലെ മുതൽ രാത്രി വരെയുള്ള വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ ഒരു മടി കാരണം പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റാണ് എടുത്തിട്ടുണ്ടായത്. ഇതെൻ്റെ നൈറ്റ് ഇടാൻ ഞാനൊരു ബ്രൗൺ കളർ ടീഷർട്ടാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം അതിന് മാച്ചായിട്ട് ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൗച്ച് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിനെ. എനിക്കിതെന്തോ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിന്. അത് തൊടാനും നല്ല ഭംഗിയുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിനെ തൊടുന്ന ഒരു സുഖം. അപ്പം എൻ്റെ അത്യാവശ്യം മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ
അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. ഞാനങ്ങനെ ഓവറായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ആക്കാത്ത ഒരാളാണ്. ഞാൻ സൺസ്ക്രീനും അതുപോലെ ലിപ്സ്റ്റിക്കും മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. വേറെ അങ്ങനെ ഓവറായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പം ആ ഒരു പൗച്ച് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിനി. അങ്ങനെ നേരെ പോയി വീട്ടിലേക്ക് വേണ്ട കുറച്ച് ബേക്കറി പലഹാരങ്ങൾ മേടിച്ചു. സുഹൃത്താട്ടനാണെങ്കിൽ എവിടെ പോയാലും ബിസ്ക്കറ്റ് കാണിക്കും. ബിസ്ക്കറ്റ് അതുപോലെ ചോക്ലേറ്റ് ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ നമ്മൾ ലൈം സോഡ കൂടി കഴിച്ചിട്ടുണ്ടായിനെ. എനിക്കാണെങ്കിൽ തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. കുറേ നേരം ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം ഉണ്ടായിനെ. അപ്പം സുഹൃത്താട്ടനാണെങ്കിൽ കുറേ ബിസ്ക്കറ്റ് വാരി വലിച്ച് കൈമ വെക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനക്കും കുഞ്ഞാൾക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും കൂടിയിട്ട് കുറേ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഈ ഒരു ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം കഴിക്കുന്ന രണ്ട് ആൾക്കാർ കുഞ്ഞായും സുഹൃത്താട്ടനും മാത്രമാണ്. അങ്ങനെ വേണ്ട ബിസ്ക്കറ്റ് എല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടു. അതിനിടയിൽ കള്ള് ഷാപ്പിലേക്ക് പോകണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിനി. അപ്പം സുഹൃത്താട്ടനാണെങ്കിൽ ഒന്ന് കയറിയിട്ട് കുറച്ച് കള്ളും കുടിച്ചിട്ട് വന്നാലെന്ന് പറഞ്ഞു തന്നു. പക്ഷെ എനിക്കെന്തോ അത്ര വലിയൊരു മൂഡില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ അവിടുത്തെ കള്ളല്ല, അതിൽ കൂടുതൽ അവിടെ ഇല്ല ഒരു ബീഫ്, അതിന് നമ്മൾ ഭയങ്കര അഡിക്റ്റാണ്. അടുത്ത ആ ഒരു ബീഫ് വരട്ടി വെച്ചത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആദ്യം പോവാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ ആ ഒരു മടി കാരണം സുഹൃത്താട്ടൻ പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് കുഞ്ഞാവ് ഇതാ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്നേ. അവൾ പയ്യന്നൂരിനെ സ്റ്റിച്ച് ചെയ്തു. പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിനി. അവൾ നാട്ടിലെ രേച്ചിക്കൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ഞാനും സുഹൃത്താട്ടനും നേരെ ഇതാ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നാളത്തെ ഓണത്തിൻ്റെ വ്ളോഗ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീട്ടിലേക്ക് എത്തിയാടും അച്ഛൻ ഇതാ വിളക്ക് എത്തിക്കുന്നുണ്ടായിനി. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇനിയിപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടില്ലേ പൂവെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയിലും. അപ്പോൾ ഓണത്തിൻ്റെ വ്ളോഗുമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.